ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. പാനൂരിൽ BJP പ്രവർത്തകന്റെ വീട്ടിൽ അതിക്രമം. ദമ്പതികൾക്കും മക്കൾക്കും പരിക്കേറ്റു. തെക്കേ പാനൂർ വയൽ ഭാഗത്ത് BJP പ്രവർത്തകനായ കൃതിയിൽ പോയിൽ രജീഷിന്റെ വീട്ടിൽ കയറിയാണ് ഒരു സംഘം അക്രമം നടത്തിയത്. വീടിന്റെ ജനഗ്ലാസുകളും അക്രമികൾ തകർത്തു. രജീഷിനെ മർദ്ദിക്കുന്നത് തടയാൻ ചെന്ന ഭാര്യ നിത്യയ്ക്കും കഴുത്തിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. മക്കളായ അനാമികയ്ക്ക് കണ്ണിനും ആൽവിന് ദേഹത്തും പരിക്കേറ്റു. രജീഷിന് തലക്കും കൈക്കുമാണ് പരിക്കേറ്റത്. നിത്യയ്ക്ക് തലക്കാണ് പരിക്ക്. പരിക്കേറ്റ എല്ലാവരെയും തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് സമയത്ത് ബോർഡ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് സൂചന. പാനൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് മർദ്ദിച്ചതെന്ന് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രജീഷ് പറഞ്ഞു. ഞാനും മകനും ഒരു കല്യാണം വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ പിറകെ തന്നെ വന്നു വീട്ടുകാരി ആക്രമിച്ചായിരുന്നു. ഭാര്യയെയും രണ്ട് മക്കളെ രണ്ടാളെയും വിളിച്ച് മുറ്റത്തിലിട്ടു. ഭാര്യയെ കഴുത്ത് പിടിച്ച് ചുമരിനടിച്ചു. ഇടവെളുത്തുള്ള ആൾക്കാരിൽ വന്നു. ഒരു 9:30 മണി ആയിരുന്നു. കണ്ടാലറിയുന്ന ആൾക്കാരാണ്. വളയെടുത്തിട്ട് തലക്ക് കുത്തിയൻ്റെ പിന്നെ ആയുധം എടുത്തിട്ട് ഓളോട് പറഞ്ഞ് കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തി. വീട്ടിൻ്റെ ഉള്ളിൽ കയറിയാണ്. വീട്ടിൻ്റെ ചില്ലുകളും പിന്നെ ആൾമാരിൻ്റെ ഗ്ലാസ്സിൽ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അക്രമത്തിന് പിന്നിൽ CPM ആണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ് ആരോപിച്ചു. CPMൻ്റെ ക്രിമിനൽ സംഘങ്ങൾ ഒരു കാരണവശാലും ഞങ്ങളുടെ ക്രിമിനൽ സ്വഭാവം മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറല്ല എന്ന് തെളിയിക്കുന്ന അക്രമങ്ങൾ കണ്ണൂർ, പയ്യന്നൂരും പാനൂരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏകപക്ഷീയമായിരുന്നു തിരിച്ചടി ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള അക്രമമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇന്നലെ കുടുംബസമേതം കല്യാണ വീട്ടിൽ പോയി തെക്കേ പാനൂരുള്ള വീട്ടിനടുത്ത് സമീപത്തുള്ള ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് രജീഷും നിത്യയും അനാമികയും ആൽവിനുമൊക്കെ വീട്ടിലേക്ക് മടങ്ങി വന്ന സമയത്താണ് അവരെ പിന്തുടർന്ന് വന്നിട്ട് ഒരു പ്രശ്നവുമില്ലാത്ത പ്രദേശത്ത് ആ കല്യാണ വീട്ടിൽ ഇവരെ കണ്ടതിന് ശേഷം പിന്തുടർന്ന് വന്ന് വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് റെനീഷും വിജേഷും അടങ്ങുന്ന ഒരു 5 അംഗ സംഘം ഉള്ളിൽ കയറിയിട്ടാണ് അക്രമം നടത്തിയിട്ടുള്ളത്. ഈ അക്രമം നടക്കാൻ പുറത്ത് കുറേ പേർ കാത്തു നിന്നിട്ടുണ്ട്. ഇവരുടെ കൂടെ വന്ന ക്രിമിനലുകൾ പുറത്തുണ്ടായിരുന്നു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.